നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സ്നേഹത്തിന്റെ നിറവിൽ ഒരു പുതുകാഴ്ച. കൂട്ടുകാർക്കെല്ലാവർക്കും ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. ഏറ്റവും മനോഹരമായ കാഴ്ചകൾ നമുക്ക് നൽകുന്നത് എന്തിലൂടെയാ? കഥകളിലൂടെ. ഇതാ നമ്മുടെ കൂട്ടുകാർ കഥാവിരുദ്ധമായി. കാട്ടിലെ കൂട്ടുകാർ. അത് കളിക്കണ്ടിട്ടാ. പിടിച്ചോ. തകർത്തുണ്ടല്ലോ. പപ്പീസ് കൊള്ളാണ്ട. കൊള്ളാം കൊള്ളാം കൊള്ളാം. പപ്പീസ് അങ്ങനെ. കുറച്ചു നേരം ഞങ്ങള് കളിക്കട്ടെന്ന്. ഞങ്ങള് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ഒന്ന് തീരട്ടെ. അതിനെന്താ പീലി, കുറച്ചു നേരം ഞങ്ങള് കളിച്ചിട്ട് പോരെ. പീലി വന്നേ, നമുക്ക് പോവാ. അവര് കളിക്കട്ടെ. അവരുടെ ഒരു വലിയ പിണങ്ങല്ലേ. പിന്നല്ലത്, ഞങ്ങൾ എത്ര നേരം വെച്ചിട്ട് കാത്തുക. നിങ്ങൾ പോകുന്നെങ്കിൽ ഗോ. തൽക്കാലം ഞാൻ ഗെയിം സ്റ്റോപ്പ് ചെയ്യില്ല. വേണ്ട, നിർത്തണ്ട. പക്ഷേ ഞങ്ങളെ ഇനി കളിക്കാൻ വിളിക്കാം. അതന്നെ, ഞങ്ങൾ ഇനി വേറെ കളിക്കട്ടാ. ഓക്കേ, കളിച്ചോ. പക്ഷേ ഇതൊരു സൂപ്പർ പ്ലേയേഴ്സിന്റെ കൂടെ കളിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ വലിയ പ്ലേയേഴ്സ് വന്നിരിക്കുന്നു. പോയേരവിടുന്ന്. എടേ ഗംഭീർ, ഇത്ര ക്ലാസിക്കായി കളിക്കണമെങ്കിൽ ഞങ്ങളുടെ ബാറ്റിംഗ് കോക്കും വേണ്ടേ? പറഞ്ഞത് ശരിയാ. ഞങ്ങൾ സ്വന്തമായിട്ട് കളിച്ച് നല്ല നിലയിലെത്തി. ഓ, എത്തും എത്തും. നടുവെട്ടിച്ച് വീണ് കാലൊടിഞ്ഞ് ആശുപത്രിയുടെ നിലയിലെത്തും. കളിയാക്കല്ലേ പപ്പീസ്, നിങ്ങൾ കളിക്കാൻ കൂട്ടാത്തത് കൊണ്ടല്ലേ. എന്നാ ശരി, നിങ്ങൾ വേറെ എവിടാന്ന് വെച്ചാ പോയി കളിച്ചോ. കളിച്ച് പഠിച്ച് ഞങ്ങളെ തോപ്പിക്ക്. വെല്ലുവിളിയൊന്നും വേണ്ട, ഞങ്ങള് വേണമെങ്കിലേ നിങ്ങളെ തോപ്പിക്കുന്നു. അഹങ്കാരം അഹങ്കാരം. ഞങ്ങൾ എത്ര നന്നായി കളിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. We are the top players in this jungle. നിങ്ങൾ അത്ര വലിയ കളിക്കാരാണെങ്കിൽ നമുക്കൊരു മത്സരം വെക്കാം. പിന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ റെഡിയാണ്. ഞങ്ങളോട് മുട്ടാനോ? അതെ അതെ, നല്ല ബെസ്റ്റ് എതിരാളികൾ. നിങ്ങളെ കളിയാക്കിക്കാം. നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഓ, നിങ്ങൾ എന്തുകൊണ്ട് കളിക്കും? ബാറ്റില്ലാതെ കൈ കൊണ്ട് കളിക്കുമോ? ശരിയാണല്ലോ, ഈ ബാറ്റ് രണ്ടും ഞങ്ങളുടേതാ. നിങ്ങൾ എന്തുകൊണ്ട് കളിക്കും? ദേ, മര്യാദക്ക് ഞങ്ങളുടെ കൂടെ നിന്നാ ഞങ്ങൾ ഒഴിവാകുമ്പോ ബാറ്റ് തരും. അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. അതെ, എല്ലാരും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. അത് ഓർമ്മ വേണം. ഞങ്ങൾ ഓർത്തോളാമേ. ഇവരോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. നീ വന്നേ, വാ. അതാ നല്ലത്. എന്തൊരു അഹങ്കാരികളാ ഇവര്. വന്നിരിക്കുന്നു. വലിയ കളിക്കാരാവും. പിന്നെ പേടിപ്പിക്കുക. അതെ അതെ, എന്താ ഗമ. ഒരു സൂപ്പർ കളിക്കാര് വന്നിരിക്കുന്നു. അവര് ഈ ജന്മം മുഴുവൻ കളിച്ചാലും നമ്മളെ തോൽപ്പിക്കാനാവില്ല. അതാ മണ്ടന്മാർക്ക് അറിയില്ലല്ലോ. തന്നെയല്ല, കളിക്കണമെങ്കിൽ ബാറ്റും കോക്കും വേണ്ടേ. അതിനവരെവിടെ പോകും? That's correct. അപ്പൊ അധികം വൈകാതെ അവര് തിരിച്ചു വന്ന് നമ്മുടെ കാല് പിടിക്കും കളിക്കാൻ. അതെ അതെ, കറക്റ്റ്. എന്നാലേ നമുക്ക് വീണ്ടും കളിക്കാം. തുടങ്ങിക്കോളൂ. പിടിച്ചോ.
എന്നാലും നമ്മൾ എത്ര കൂട്ടുകാരായി നടന്നതാ. അതെ അവസാനം അവര് നമ്മളെ ഒഴിവാക്കിയില്ലേ. സാരമില്ലെന്നേ. ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ബാറ്റും ഷട്ടിൽ കോക്കും എങ്ങനെ കിട്ടും. അതൊരു പ്രശ്നം തന്നെയാ. ദൈവമേ, ഞങ്ങളെ കൈവിടരുത്. അതെ. സാധുക്കളായ ഞങ്ങളോട് കരുണ തോന്നണേ. ആപത്തില് നമ്മളെ കൈപിടിച്ച് കയറ്റുന്ന നല്ലവനായ ഈശോ നമ്മുടെ പരിഭവം കേൾക്കും തീർച്ചയായും. മനമുരുകി പ്രാർത്ഥിച്ച വിളി കേൾക്കുമെന്ന് ചാച്ചൻ പറഞ്ഞിട്ടുണ്ട്. ഗംഭീരേ, നമുക്ക് വീട്ടിലേക്ക് പോകാം. എല്ലാം ദൈവഹിതം പോലെ ആ നടക്കട്ടെ. ശരിയാ, വാ വാ. പോയേക്കാം. ഗംഭീരേ, ഉം, ഞാൻ വീട്ടിലേക്ക് പോവാട്ടോ. ഈ അവധിക്കാലത്ത് വീട്ടിൽ പോയിരുന്ന ബോറടിക്കില്ലേ? പിന്നെ എന്ത് ചെയ്യാനാ, കളിക്കാൻ പോലും പറ്റില്ലല്ലോ. നോക്കിയേ, ബാറ്റും കോക്കുമായിട്ട് ഒരാള് വരണുണ്ടോ? ഇയാളെ ഇതിനു മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. എവിടെ നിന്നാണോ? ആ ശരി. നമുക്കൊന്ന് പോയിട്ട് പരിചയപ്പെടാണ്ട. അത് നേരാ. ചേട്ടാ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ചേട്ടനെ. എവിടുന്ന? ഞാൻ കുറച്ച് ദൂരെ നിന്ന ഇവിടെ എവിടേക്കാ? ജംഗിൾ ക്ലബിൽ ഒരു കോച്ചിങ്. കോച്ചിങ്? എന്തിന്റെ കോച്ചിങ്? അതേന്ന് ഷട്ടിൽ ബാറ്റ് പരിശീലനം. ഷട്ടിൽ. കൊള്ളാലോ, ഞങ്ങളെയും പരിശീലന ക്ലാസ്സിൽ കൂട്ടൂ. പിന്നെന്താ, ആരെ വേണമെങ്കിലും കൂട്ടും. ആവൂ, രക്ഷപ്പെട്ടു. ഉം, എന്ത് രക്ഷപ്പെട്ടെന്ന്? അതെന്താ അങ്ങനെ പറയുന്നത്? അതൊക്കെ പറയാം. സാറ് വാ. അതെ, സാർ വന്നേ. ഓഹോ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കെട്ടപ്പ്. ഞങ്ങൾക്ക് അവരെ തോപ്പിക്കണം. ശരി ശരി, പക്ഷേ അമിതമായ വാശിയും വൈരാഗ്യവും ഒന്നിനും പരിഹാരമല്ല. അയ്യോ, അങ്ങനെയൊന്നുമില്ല ചേട്ടാ. മനസ്സിലായി? ഇതൊരു ഗെയിമാണ്. അതിനെ മത്സരബുദ്ധിയോടെ വേണം കാണാൻ. ഓ, ഞങ്ങളെ അവര് കൊറേ കളിയാക്കി ചേട്ടാ. ആ, നിങ്ങളെ ഞാൻ നല്ല കളിക്കാരാക്കി മാറ്റാം. അതിന് കഠിനാധ്വാനം വേണം. ഞങ്ങൾ എന്തിനും തയ്യാറാണ് കേട്ടോ ചേട്ടാ. എങ്കിൽ നിങ്ങൾ നാളെ തന്നെ കോച്ചിങ് ക്യാമ്പിൽ വരണം. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ബാറ്റും കോക്കൊന്നും ഇല്ലെന്ന്. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ വന്നാൽ മതി. വളരെ ഉപകാരമുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ കോച്ചിങ് ക്യാമ്പിൽ വെച്ച് കാണാം. താങ്ക് യു സാറേ. ഉം. ഓ, ദയവായിട്ടാ ഈ ചേട്ടനെ നമ്മുടെ മുമ്പിൽ എത്തിച്ചത്. ശരിയാ, പേര് ചോദിക്കാൻ മറന്നുപോയല്ലോ. പേരിലെന്തിരിക്കണ്? നമ്മളെ സഹായിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ വന്നവൻ, രക്ഷകൻ. ശരിയാ, ആപത്ത് സമയത്ത് രക്ഷക്കെത്തിയവനാ രക്ഷകൻ. ആ, എനിക്ക് ഭയങ്കര പേടി തോന്നുവാ. ഓ, ഇത്രയും ദിവസം കളിച്ചപ്പോ പേടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കളിക്കേണ്ടത് ആ മോട്ടുവിനോടും പപ്പീസിനോടും അല്ലേ? ആ, കളിക്കന്നെ. തോൽക്കാണെങ്കിൽ അങ്ങോട്ട് തോൽക്കട്ടെ. എന്നാലും രക്ഷകൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ആത്മധൈര്യം, ദൈവവിശ്വാസം, ആത്മാർത്ഥത, അത് മതി കളി ജയിക്കാൻ. മരിച്ചു കളിക്കണം. കപ്പ് നേടുക എന്നതിലുപരി അവരെ തോൽപ്പിക്കുക എന്നതാ. അതന്നെ, ഫൈനൽ കളി നമ്മൾ ജയിക്കും, തീർച്ച. രക്ഷകനെ മനസ്സിൽ ധ്യാനിച്ച് രണ്ടും കൽപ്പിച്ച് ഒരു കളി. അതെ അതെ, ബാക്കി ദൈവഹിതം പോലെ. വന്നേ. അതെ.
വളരെ സന്തോഷത്തിലാണല്ലോ. പിന്നില്ലാതെ സാർ. ദേ, ആവേശമൊക്കെ നല്ലതാ, പക്ഷെ അമിതമാകരുത്. അറിയാം സാർ, ഞങ്ങളുടെ എല്ലാം രക്ഷകൻ പറഞ്ഞിട്ടുണ്ട്. രക്ഷകനോ? അതെ സാർ, ഞങ്ങളെ ഇത്രയും നല്ല കളിക്കാരാക്കിയ രക്ഷകൻ. എന്നിട്ട് ആ രക്ഷകൻ എവിടെ? അതാ രസം, കളി കഴിയണ വരെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നിട്ട് അതിനുശേഷം ഞങ്ങളെ കണ്ടിട്ടില്ല. അങ്ങനെയോ? ഞങ്ങൾ അവിടെ മൊത്തം അന്വേഷിച്ചു. അതെ, നിങ്ങളുടെ രക്ഷയ്ക്കെത്തിയത്, നിങ്ങളെ നല്ല പ്ലേയേഴ്സ് ആക്കി മാറ്റിയത് എല്ലാം രക്ഷകൻ തന്നെ. നിങ്ങളുടെ വിളി രക്ഷകൻ കേട്ടു. അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നിങ്ങളുടെ മുമ്പിൽ രക്ഷകനായി നിങ്ങൾക്ക് ഗെയിം പ്ലാൻ ചെയ്തു തന്ന് നിങ്ങളെ വിജയികളാക്കിയത് ദൈവത്തിന്റെ ഇടപെടലാണ്. ഞങ്ങൾക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ സാർ, ഞങ്ങൾ കളിക്കാൻ പറ്റാതായപ്പോ മനം നൊന്ത് ദൈവത്തെ വിളിച്ചിരുന്നു. നിങ്ങളുടെ വിളി ദൈവം കേട്ടു. ദൈവം നിങ്ങളുടെ രക്ഷയ്ക്ക് മറ്റൊരു രൂപത്തിലെത്തി. നിങ്ങൾ ഒന്നറിയുക, നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച്, അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച്. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. നമ്മെ സഹായിക്കുന്നവരിൽ, നമ്മൾ സഹായിക്കുന്നവരിൽ നാം ദൈവമുണ്ടോ എന്ന് തിരിച്ചറിയുക. വിജയത്തിൽ അഹങ്കരിക്കാതെ മുന്നോട്ട് ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങളിൽ ഇനിയും ഉണ്ടാകട്ടെ. കഥകൾ നമ്മുടെ ഭാവനയ്ക്ക് വിരുന്ന് നൽകുമ്പോൾ ഇതാ ബുദ്ധിക്ക് ഒരു വിചിത്ര വിരുന്ന. മാണിക്കച്ചെപ്പ്. മാണിക്കച്ചെപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്താണ് പ്രാർത്ഥന. അപ്പം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിന് നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിന് നമുക്കൊരു കടലാസ് ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് തരത്തിലുള്ള കടലാസ് ഉപയോഗിക്കാം? ഇവിടെ ഞാൻ കറുത്ത നിറത്തിലുള്ള ഒരു കടലാസാണ് ഉപയോഗിക്കുന്നത്. അപ്പം A4 വലിപ്പത്തിലുള്ള പേപ്പറാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് സമചതുരാകൃതിയിലുള്ള പേപ്പറാണ്. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിനെ നമ്മൾ സമചതുരാകൃതിയാക്കി മാറ്റണം. അപ്പം അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വീതി കുറഞ്ഞ ഭാഗം എടുത്തിട്ട് നമ്മൾ നീളമുള്ള വക്കിനോട് ഇങ്ങനെ ചേർത്ത് മടക്കും. അതായത് ഈ വക്കിനെ നമ്മൾ ഈ വക്കിനോട് ചേർത്ത് മടക്കും. അങ്ങനെ ചേർത്ത് മടക്കി കഴിഞ്ഞിട്ട് കൂടുതലുള്ള ഭാഗം നമ്മൾ മുറിച്ച് കളയും. മടക്കി കളയും. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ താഴെ ഈ ഒരു പോർഷനില്ല, ഈ ഒരു പോർഷൻ നമുക്ക് മുറിച്ച് കളയുകയുള്ളൂ. അപ്പം മുറിച്ച് കളയാനുള്ള എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ കൃത്യം ഇങ്ങനെ ചേർത്ത് മുകളിലേക്ക് നമ്മളൊന്ന് മടക്കും. അപ്പോൾ നമുക്ക് മുറിച്ച് കളയാൻ എളുപ്പമുണ്ട്. കണ്ടോ മടക്കി വെച്ചിരിക്കുന്നത്? ഇതിങ്ങനെ. ഇനി ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ നമ്മൾ മുറിച്ച് കളയുക. നമ്മൾ മുറിച്ച് കഴിഞ്ഞു. ഈ പോർഷനാണ് നമ്മൾ മുറിച്ച് മാറ്റിയത്. അപ്പോൾ ആ പോർഷൻ നമുക്ക് ആവശ്യമില്ലാത്ത മാറ്റി വെക്കുന്നു. ഇനി നമ്മൾ ഇപ്പം ബാക്കിയുള്ള ഭാഗം എടുത്ത്, ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഷേപ്പ് ഇപ്പോൾ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ നൂർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ കാണാൻ പറ്റും. അപ്പം ഈ സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിൽ നമ്മൾ സ്ക്വയർ ഉണ്ടാക്കിയത് കൊണ്ട് ഇവിടെ ഒരു ഡയഗണൽ ഉണ്ട്. അപ്പോൾ ആ ഡയഗണൽ നേരെ വെർട്ടിക്കലായിട്ട് വരുന്നത്, ലംബമായിട്ട് വരുന്നത് പോലെ പിടിക്കണം പേപ്പർ. ഇനി ചെയ്യേണ്ടത്, ഇപ്പം ഇതിൻ്റെ ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ടോപ്പിലുള്ള എഡ്ജുകൾ, ഈ എഡ്ജും ഈ എഡ്ജും, ഈ രണ്ട് എഡ്ജിനെയും നമ്മൾ നടുക്കോട്ട് മടക്കണം. നടുക്കുള്ള ഈ ലൈനിലേക്ക് ഞാൻ ഒരെണ്ണം ആദ്യമേ മടക്കാം. ഇതുപോലെ തന്നെ ഈ വക്കിനെ മടക്കുക. അപ്പോൾ നമ്മൾ രണ്ട് വക്കും ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഈ വക്കും നമ്മൾ നടുവിലുള്ള വരയിലേക്ക് മടക്കണം. ഇങ്ങനെ ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നതിന് ശേഷം പേപ്പർ നേരെ ഒന്ന് 90 ഡിഗ്രി തിരിക്കുക. ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ വക്കുകളുണ്ട്.
ഈ വക്കുകളെ നമ്മൾ നടുക്കോട്ട് മടക്കണം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് നടുക്ക് ഇത് കണ്ടോ, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് സാവകാശം നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ വെച്ചിട്ട് ഈ വാക്കില്ലേ, ഈ വാക്കിനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മടക്കുക. അതുപോലെ തന്നെ ഈ വാക്കിനെ നമ്മൾ നടുവിലുള്ള ലൈനിലേക്ക് മടക്കുക. പിന്നെ ഇങ്ങോട്ട് മടക്കുക. അപ്പം ഒരു വശത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, നേരെ മറുവശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒരു ഡയമണ്ട് ഷേപ്പ്, ഇപ്പോൾ ഒരു വശത്ത് നോക്കിയാൽ കൃത്യമായിട്ട് ആ ഡയമണ്ട് ഷേപ്പ് വേണം. ഈ വശമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ഡയമണ്ട് ഷേപ്പിൽ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള കോർണർ, അപ്പം ഈ അറ്റവും ഈ അറ്റവും ഇതിനെ രണ്ടും കൂടെ ചേർത്ത് നമ്മൾ മടക്കാൻ പോകും. ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് മടക്കും. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതിലിപ്പം മുകളിൽ ഇപ്പോൾ 2 അറ്റങ്ങളുണ്ടല്ലോ, അതിൽ ഒരെണ്ണം മാത്രം എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇതിൻ്റെ താഴേക്ക് മടക്കും. ഇതിൻ്റെ ഈ ബേസിൻ്റെ നടുവിലായിട്ട്, ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു നേരത്തെ ഉണ്ടാക്കിയ പാടുണ്ട്, അപ്പം നടുവ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഇത് കവിഞ്ഞു പോകരുത്, കൃത്യം ഇവിടെ തൊടുന്നത് പോലെ മടക്കും. ഇതാ ഇങ്ങനെ. അപ്പം നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതൊരു ട്രയാങ്കുലർ പോർഷനാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു ട്രയാങ്കിളാണ്, അതുപോലെ ഇതും ഒരു ട്രയാങ്കിളാണ്. ഇത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള 2 ട്രയാങ്കിളാണ്, തുല്യമായിട്ടുള്ള ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അറിയാം, തുല്യ വലിപ്പത്തിലുള്ള 2 ട്രയാങ്കിൾ നമുക്കുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നോക്കുക, ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തിനോട് നമ്മൾ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ, ഈ മുകളിലുള്ള ട്രയാങ്കിളിൻ്റെ ഇടതും വലതും വക്കുകളെ നമ്മൾ ഈ ഒരു, അതായത് ട്രയാങ്കിളിൻ്റെ ബേസാണ്, ഈ ട്രയാങ്കിളിൻ്റെ ബേസിലേക്ക് മടക്കുന്നു, മടക്കി കഴിഞ്ഞിട്ട് നിവർക്കുന്നു. അതുപോലെ താഴെയുള്ള ട്രയാങ്കിളിനെ അതിൻ്റെ ഇടതും വലതുമുള്ള വക്കുകളെ നമ്മൾ ഈ ബേസിലേക്ക് മടക്കിയിട്ട് നിവർക്കുന്നു. ഇതാ നോക്കിക്കൊള്ളുക. ഇത് കണ്ടു, ഈ ഒരു പോർഷനെയാണ് നമ്മൾ, ഈ ഒരു പോർഷനെ മുഴുവനായിട്ട് നമുക്ക് ഈ ബേസിലേക്ക് ഇങ്ങനെ മടക്കുക. ഈ ബേസിലേക്ക് ഇങ്ങനെ കൃത്യം എന്നിട്ട് മടക്കി കഴിഞ്ഞിട്ട് അവിടെ മടക്കുപാടുണ്ടാക്കുക. ഇങ്ങനെ കൈ കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ മടക്കുപാട്. ഇനി അത് നിവർത്തുക. ഇനി ഇതുപോലെ ഇനിയിപ്പം ഈ സൈഡിൽ നമ്മൾ മടക്കുക, ഇനിയിപ്പോൾ അതുപോലെ ഇപ്പുറത്തെ സൈഡ് മടക്കണം. അപ്പം അതിന് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിവർത്തുക. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സ് മാർക്ക് കാണാൻ പറ്റും. ഞാൻ പേന കൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് വരന്നിരിക്കുന്ന എക്സ് മാർക്ക് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ വെറുതെ എക്സ് മാർക്ക് പേന കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പം ഇങ്ങനെ ഒരു എക്സ് മാർക്ക് ഇപ്പം നിങ്ങൾ ഈ മുകളിലുള്ള ത്രികോണത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഒരു എക്സ് മാർക്ക് നമ്മൾ ഈ താഴെയുള്ള ത്രികോണത്തിൽ ഉണ്ടാക്കണം. അപ്പം അതിന് ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ വക്കിനെയും ഈ വക്കിനെയും നമ്മൾ ഈ ഒരു ബേസിലേക്ക് മടക്കിക്കൊണ്ടുവരും. ഇതാ ഈ വക്കിനെ നമ്മൾ മടക്കണം ആദ്യമേ. ഇപ്പോൾ ഒരു വക്കിനെ നമ്മൾ മടക്കി, എന്നിട്ട് നിവർത്തുകതിന് ശേഷം മറ്റേ വക്കിനെ മടക്കുക. ഇനി ഇപ്പം ഇപ്പുറത്തെ വക്കിനെ മടക്കുക. അപ്പം നമ്മൾ 2 വക്കിനെയും മടക്കി. ഇപ്പോൾ ഇതിൽ ഒരു എക്സ് കിട്ടിയിട്ടുണ്ട്. സൗകര്യത്തിന് വേണ്ടി ഞാൻ അതും ഒന്നും മഷി കൊണ്ട് മാർക്ക് ചെയ്യാം. ഇതാ ഇപ്പം നിങ്ങൾക്ക് മുകളിലുള്ള ത്രികോണത്തിലും താഴെയുള്ള ത്രികോണത്തിലും ഓരോ എക്സ് മാർക്ക് ഉണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടത്, അല്പം ശ്രദ്ധയോടെ ചെയ്യണം. ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി വിഷമമായിട്ട് ചിലപ്പോൾ തോന്നാം. പക്ഷെ വിഷമമൊന്നുമില്ല, ഞാൻ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള ത്രികോണമില്ല, മുകളിലുള്ള ത്രികോണത്തിൻ്റെ ഈ 2 വക്കുകളുണ്ട്. ഇവിടെ ഇത് രണ്ടും 2 വക്കുകൾ. ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ പോയിട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പം ഇവിടുന്ന് നോക്കുവാണെങ്കിൽ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഈ 2 ഭാഗവും നമ്മളിങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ ഒരുമിക്കുക. ഇങ്ങനെ ഈ രണ്ട് അറ്റങ്ങൾ ഒരുമിച്ച് വരുന്ന പോലെ നമ്മളിങ്ങനെ ഞെക്കുക. ഇതെങ്ങനെ. അപ്പം അങ്ങനെ ഞെക്കുമ്പം നമ്മളിപ്പം ഓൾറെഡി ഒരു എക്സ് ഉണ്ടാക്കിയിട്ടില്ലേ, ആ എക്സിൽ, അതായത് ഞാൻ പുറകിൽ നിന്നുള്ള വ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമ്മളിങ്ങനെ പിടിച്ച് ഞെക്കുമ്പം ഇതാ ഇങ്ങനെ ഒരു ചുണ്ട് പോലെ അത് കയറി വരും. ഞെക്കി വീണ്ടും നിങ്ങൾ നല്ലതായിട്ട് ഞെക്കി കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു എക്സ് മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് മടക്കിൽ. എന്താ ഇപ്പം 2 ചുണ്ടുകളായിട്ട് ഇങ്ങനെ കിട്ടി.
ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇവിടെ ഈ നടുക്കൂടി ഒരു വരയുണ്ട്. നമുക്ക് ഓൾറെഡി ഉണ്ടാക്കിയ ഒരു പോർഷനാണിത്, ഒരു മടക്ക് പാടാണ്. അപ്പോൾ ആ പാടിലൂടെ നമ്മൾ പുറകോട്ട് മടക്കണം. അപ്പം ഇങ്ങനെ പിടിച്ചിരിക്കുവാണെങ്കിൽ ഇതിനെ ഇങ്ങനെ പുറകോട്ട്, മൊത്തത്തിൽ ഇങ്ങനെ പുറകോട്ട് നമ്മൾ മടക്കുക. പുറകോട്ട് നടക്കുമ്പോൾ ഈ ചുണ്ടുകൾ തമ്മിൽ തണ്ടും ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം ഇങ്ങനെ ഇരിക്കും. ഒന്നും കൂടെ ഞാൻ കാണിക്കാം. ഇങ്ങനെ ഇരിക്കുന്നതിനെ നമ്മൾ ഇവിടെയുള്ള ഈ ലൈനിൽ കൂടെ ഇങ്ങനെ പുറകോട്ട് മടക്കണം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി. ഇതെന്താണെന്ന് നമുക്കറിയണമെങ്കിൽ ഇതാ ഇതിൻ്റെ ഇവിടെയും ഇവിടെയും പിടിക്കുക. ഈ രണ്ട് സൈഡ് പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഇതിങ്ങനെ വിടർത്തുക. കണ്ടോ, നമ്മളൊരു കാക്കയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, കാ കാ കാ. ഇപ്പം നിങ്ങൾ ഇങ്ങനെ കൈ അടക്കുമ്പോഴത്തേക്കും കാക്കയുടെ വാ ഇങ്ങനെ പൊളിഞ്ഞു വരും. അപ്പം വാ പൊളിക്കുന്ന ഒരു കാക്കയെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കും. ഇന്നത്തെ ചിന്താവിഷയം എന്തായിരുന്നു? എന്താണ് പ്രാർത്ഥന? അതും ഈ കാക്കയെ തമ്മിലുള്ള എന്താ അല്ലേ? കാക്ക എന്തിനാണ് ഇങ്ങനെ കാക്കാന്ന് ശബ്ദം ഉണ്ടാക്കുന്നത്? വെറുതെ രസത്തിന് വേണ്ടിയാണോ ഉണ്ടാക്കുന്നത്? അല്ലല്ലോ. കാക്കകളെ സംബന്ധിച്ച് അതെന്താണ്? അതൊരു ആശയവിനിമയ ഉപാധിയാണ്. കാക്കകളുടെ ഭാഷയാണ് അല്ലേ? ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം കാക്കകൾ കാക്ക എന്ന് ശബ്ദം ഉണ്ടാക്കിയാണ് അതിൻ്റെ കൂട്ടത്തിലുള്ള മറ്റു കാക്കകളുമായിട്ട് കാര്യങ്ങൾ കൈമാറുന്നത്. ഇപ്പോൾ അതിന് ഭക്ഷണം കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് അപകടം നേരിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അത് ചെയ്യുന്നത് എന്താണ്? കാക്ക എന്ന് ശബ്ദം ഉണ്ടാക്കും. നമ്മളെ സംബന്ധിച്ച് എല്ലാ കാക്ക എന്നുള്ള ശബ്ദം ഒരുപോലെ ആയിരിക്കും. പക്ഷേ കാക്കകൾക്ക് ആ കായുടെ വ്യത്യാസം തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും. അപ്പം നമ്മളുടെ ആദ്യത്തിലെ ചോദ്യത്തിലേക്ക് വീണ്ടും വരും. എന്താണ് പ്രാർത്ഥന? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓ, പ്രാർത്ഥന എന്താണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ? യഥാർത്ഥത്തിൽ അറിയാവും. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം വൈകിട്ട് അല്ലെങ്കിൽ രാവിലെയൊക്കെ നമ്മൾ കാണാതെ പഠിച്ച കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉരുവിടുന്നു, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് പറയുകയും ചെയ്യും. അതല്ലേ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥന? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശയവിനിമയമാണ്, ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് ദൈവവുമായിട്ടുള്ളത് അല്ലേ? അതല്ലേ പ്രാർത്ഥന? അതല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. ദൈവവുമായിട്ട് നാം ആശയവിനിമയം നടത്തുന്നതാണ് പ്രാർത്ഥന. അപ്പം നമ്മളുടെ പ്രാർത്ഥനകൾ പൊതുവെ എങ്ങനെയാണ്? നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഉരുവിടുന്നു അല്ലേ? എനിക്ക് ആ കാർ വേണം, എനിക്ക് പരീക്ഷയ്ക്ക് പാസ്സാകണം, അങ്ങനെ ഒരു 100 കാര്യങ്ങളുണ്ടാവും. നമ്മൾ വലിയൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. കൂടാതെ നമ്മൾ കാണാതെ പഠിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉരുവിടുകയും ചെയ്യും. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ഈ പ്രാർത്ഥന എന്നുള്ളത് ആശയവിനിമയമാണെന്ന്, ആശയവിനിമയത്തിന് ഒരാൾ മാത്രം സംസാരിച്ചാൽ പോരെന്നും വിചാരിച്ചിട്ടുണ്ടോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എങ്ങനെയോ ആശയവിനിമയം ചെയ്യുന്നത്? ഒരാളോട് എന്തെങ്കിലും കാര്യം ചോദിക്കും, അതിനുശേഷം നമ്മൾ മിണ്ടാതിരിക്കും കുറച്ച് നേരം അല്ലേ? ആ മിണ്ടാതിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? മറ്റേ ആൾ എന്താണ് പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ, ഫോണിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എങ്ങനെയാണ്? ഒരു സംഭാഷണം ഉണ്ടാകുന്നു, സംഭാഷണത്തിന് ശേഷം ലിസണിങ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിശബ്ദത ഉണ്ടാകുന്നു. അതായത് സംഭാഷണം നിശബ്ദത, സംഭാഷണം നിശബ്ദത. ഈ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്തുന്നത്. എന്നാൽ നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ അങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാനുള്ളതോ നമ്മൾ പ്രാർത്ഥിക്കാനുള്ളതോ എന്തെങ്കിലും ആയിരിക്കണം. നമ്മുടെ വാക്കുകൾ പറഞ്ഞതിന് ശേഷം കുറച്ച് സമയം നാം നിശബ്ദനായിരുന്ന് ശ്രവിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ശ്രവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കേൾക്കുന്നില്ല, ഒന്നുമില്ല, ആയിക്കോട്ടെ, ആ നിശബ്ദതയെ കുറച്ച് നേരം ശ്രവിക്കുക. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം ഇനി മുതൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ അതോടൊപ്പം കുറച്ച് സമയം ദൈവത്തിനായിട്ട് കൊടുക്കൂ. ദൈവത്തിന് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, ഒന്നുമില്ലെങ്കിൽ വേണ്ട. പക്ഷെ നമ്മൾ അതിനുള്ള ഒരു അവസരം കൊടുക്കണം. നമ്മൾ സംസാരിച്ചാലും ഇല്ലെങ്കിലും നിശബ്ദതയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ദൈവത്തിന് നമ്മളോട് സംവദിക്കാനായിട്ടൊരു അവസരം കൊടുക്കണം. നമുക്ക് അങ്ങോട്ടൊന്നും പറയാനില്ലെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷെ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അതിനായിട്ട് എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിശബ്ദത ഉണ്ടാവട്ടെ. അപ്പം നിങ്ങൾക്ക് ശരിയായി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അപ്പം ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് അതാണ്, പ്രാർത്ഥന ഒരു ആശയവിനിമയമാണ്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയോ? എങ്കിൽ അയച്ചു തരൂ, ജീസസ് കിഡ്സിലൂടെ കാണിക്കാം. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ
വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്ത പ്രാവശ്യം വരുമ്പം നിങ്ങളുടെ കൂട്ടുകാരെയും കൂട്ടാൻ മറക്കരുത്. വീണ്ടും കാണുന്നത് വരെ ബൈ.